യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, സമ്പൂർണ്ണ ബൈബിളിലെ 150 സങ്കീർത്തനങ്ങളും വള്ളിപുള്ളി വ്യത്യാസം കൂടാതെ ഒരു ഗാന സമാഹാരമായി അവതരിപ്പിക്കുന്ന സങ്കീർത്തന ഉപഹാരത്തെ ഏവർക്കും പരിചയപ്പെടുത്തുന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ദൈവനിവേശിത സ്തുതിപ്പാണ് സങ്കീർത്തനങ്ങൾ. ദൈവസ്തുതിയുടെ ഗുരുകുലമാണ് ഈ ഗ്രന്ഥം. കർത്താവായ യേശു ക്രിസ്തു ആലപിച്ചിരുന്ന പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളാണവ. ദൈവപുത്രനും രക്ഷകനുമായ അവിടുത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളും അവയിലുണ്ട്. ആദിമ സഭയുടെ പ്രാർത്ഥനാ കീർത്തനങ്ങളായിരുന്നു സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് എഫേസുസുകാരെ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ. എഫേസുസ് 5:19. സാധ്യമായ മാനുഷിക വികാരങ്ങളെല്ലാം തികഞ്ഞ സുതാര്യതയോടെ സങ്കീർത്തനങ്ങൾ ദൈവത്തിനു മുമ്പിൽ പങ്കുവയ്ക്കുന്നു. ജീവിതാവസ്ഥകൾക്ക് ഉചിതമായ സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പഠിക്കുക. അവ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സഭയിലും ആലപിച്ച് പ്രാർത്ഥിക്കുക. അതിന് സഹായകമാണ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സമ്മാനിക്കുന്ന സങ്കീർത്തനോപഹാരം. രൂപപ്പെടട്ടെ ഇവിടെ ഒരു സങ്കീർത്തന സംസ്കാരം. യേശുവിന്റെ എളിയദാസൻ ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ BC. ഒരു തോറ കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ദൈവവചനോപാസകന്റെ കീർത്തനമാണിത്. വിജ്ഞാന സാഹിത്യ ശാഖയുടെ നിഴൽ ഇതിൽ വീശിയിട്ടുണ്ട്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല,
കാറ്റു പറത്തുന്ന പതിരുപോലെയാണ് അവർ. ദുഷ്ടർക്കു ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്കു നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. കർത്താവു നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. രണ്ടാം സങ്കീർത്തനം ഒരു രാജകീയ കീർത്തനമാണ്. യേശുവിന്റെ മാമോദീസായിലും രൂപാന്തരീകരണ വേളയിലും പരാമർശിതമായ സങ്കീർത്തനം. ജന്മദിന കീർത്തനമായി ഇത് ആലപിക്കാവുന്നതാണ്. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. സ്വർഗത്തിലിരിക്കുന്നവൻ അതു കേട്ടു ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും. ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രനാണ്, ഇന്നു
ഞാൻ നിനക്കു ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്കു ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനു ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ചു നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. സങ്കീർത്തന ഗ്രന്ഥത്തിലെ ആദ്യത്തെ വിലാപഗീതമാണ് 3-ാം സങ്കീർത്തനം. കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നവന് ഒന്നും ഭയപ്പെടാനില്ലെന്ന ബോധ്യം നമ്മിലും ആഴപ്പെടട്ടെ. കർത്താവേ, അങ്ങാടിന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും, എന്റെ മഹത്വവും. കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകരെന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്നു പലരും എന്നെ കുറിച്ചു പറയുന്നു. കർത്താവേ, അങ്ങാടിന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും, എന്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്നു തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങു തകർത്തു.
വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിനെ ഉണ്ടാകുമാറാകട്ടെ, ഉണ്ടാകുമാറാകട്ടെ, ഉണ്ടാകുമാറാകട്ടെ. കർത്താവേ, അങ്ങാടിന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും, എന്റെ മഹത്വവും. ദുഷ്ടർക്ക് അവരുടെ നാണയത്തിൽ മറുപടി നൽകി സ്വന്തം ശ്രേഷ്ഠത കളഞ്ഞുകുളിക്കരുതെന്ന് ഉപദേശിക്കുകയാണ് 4-ാം സങ്കീർത്തനം. സത്യധർമ്മനീതിയുടെ പുണ്യഭൂമിയിലും വൈകാരിക സുനാമികൾ പാപത്തിന്റെ ചെളിക്കൂനകൾ കുന്നുകൂട്ടാം. ആത്മനിയന്ത്രണത്തിന്റെ ഓം ശാന്തി മന്ത്രം ദൈവസ്വരമായി മനസ്സിലും കാതിലും മുഴങ്ങിയാൽ സുഖനിദ്ര നമുക്ക് നിശ്ചയം. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എനിക്കു നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കുത്തരമരുളേണമേ. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, ഞെരുക്കത്തിലെനിക്കങ്ങു അഭയമരുളി കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്ര നാൾ നിങ്ങളെന്റെ അഭിമാനത്തിനു ക്ഷതമേൽപ്പിക്കും? ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ചു വ്യാജമന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞു കൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്നു കേൾക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. കോപിച്ചു കൊള്ളുകയെന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വച്ചു ധ്യാനിച്ചു മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആരു നമുക്കു നന്മ ചെയ്യും? ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. കർത്താവേ, അങ്ങയുടെ
തിരുമുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധി അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിലങ്ങു നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങു തന്നെയാണ് എനിക്കു സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. ഒരു പ്രഭാത കീർത്തനമാണ് 5-ാം സങ്കീർത്തനം. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് തന്നെ മറയ്ക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് സങ്കീർത്തകൻ. ഈ വിലാപഗീതം ആലപിച്ച് കർത്താവിലുള്ള നമ്മുടെ ആശ്രയം പ്രകടമാക്കാം. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കേണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിലങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലിയൊരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങു ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോടൊത്തു വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ
കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങു വെറുക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ പ്രണമിക്കും. കർത്താവേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കേണമേ. എന്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണ്. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു.
പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതമാലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. ഏഴ് അനുതാപഗീതങ്ങളിൽ ആദ്യത്തേതാണ് 6-ാം സങ്കീർത്തനം. കണ്ണീർ പ്രവാഹത്തിൽ തലയിണ കുതിരുകയും കിടക്ക നനയുകയും ചെയ്യുന്ന സങ്കീർത്തകന്റെ അനുഭവം ചിലപ്പോൾ നമുക്കുമുണ്ടാകാം. വിലാപം കേൾക്കുന്നവനിൽ അഭയം പ്രാപിക്കുക. കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തേണമേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. എന്റെ ആത്മാവ്
അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. എന്റെ തലയണ കുതിർന്നു. കണ്ണീരുകൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണുമങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അതു ക്ഷയിക്കുന്നു. കർത്താവേ, കോപത്തോടെന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെന്നെ ശിക്ഷിക്കരുതേ. അധർമ്മികളെ, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ചു പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. കർത്താവേ, കോപത്തോടെന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെന്നെ ശിക്ഷിക്കരുതേ. ഒരു പ്രോലൈഫ് ഗീതമാണ് 8-ാം സങ്കീർത്തനം. ജീവനും ദൈവമഹത്വവും പരസ്പരാപേക്ഷികങ്ങളാണ്. ജീവൻ പരിപാലിക്കപ്പെടുകയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് ദൈവമഹത്വത്തിന്റെ മേളക്കൊഴുപ്പുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ,
ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങു സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അകാരണമായ വേട്ടയാടപ്പെടുന്നവന്റെ വിലാപമാണ് 7-ാം സങ്കീർത്തനം. നീതിമാനായ കർത്താവിൽ ശരണപ്പെടുന്ന സങ്കീർത്തകൻ അവിടുത്തെ മുന്നിൽ ഹൃദയം ചൊരിയുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന പൊതുതത്വം ഏവരെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സങ്കീർത്തനം. ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു.
ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്നെന്നെ രക്ഷിക്കേണമേ, മോചിപ്പിക്കേണമേ, രക്ഷിക്കേണമേ, മോചിപ്പിക്കേണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എന്റെ ദൈവമായ കർത്താവേ, ഞാനതു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എന്റെ ജീവനെ നിലത്തിട്ടു ചവിട്ടി മെതിക്കട്ടെ. പ്രാണനെ പൂഴിയിലാഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാനെഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്നൊരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്കു മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവു ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എന്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കേണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനേ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്കു പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സു തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു,
അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ പറയുന്നു. കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്കു നന്ദി പറയും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. ജനതകളുടെ അക്രമത്തിന് അറുതി വരുത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവനെ മരണകവാടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുകയാണ് 9-ാം സങ്കീർത്തന കർത്താവ്. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല, തീർച്ച. ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്കു നീതി നടത്തിത്തന്നിരിക്കുന്നു. അങ്ങു ന്യായാസനത്തിലിരുന്നു നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. അവിടുന്നു ജനതകളെ ശകാരിച്ചു. അവിടുന്നു ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ശത്രുനാശക്കൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്നു സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്നു ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്നു ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവു മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്. കഷ്ടകാലത്ത്
അവരുടെ അഭയസ്ഥാനവും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിനു സ്തോത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിനു പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്നു മറക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കർത്താവേ, എന്നോടു കരുണ കാണിക്കണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനേ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങു നൽകിയ വിമോചനമോർത്തു സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവു തന്നെ തന്നെ വെളിപ്പെടുത്തി. അവിടുന്നു ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ദരിദ്രരെന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവരെ ഭയാധീനരാക്കേണമേ. തങ്ങൾ വെറും മർത്യരാണെന്നു ജനതകൾ മനസ്സിലാക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും.
ദൈവനിഷേധവും മനുഷ്യാവകാശ ലംഘനവും ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണെന്ന സത്യം വ്യക്തമായി പ്രതിപാദിക്കുകയാണ് 10-ാം സങ്കീർത്തന കർത്താവ്. കർത്താവ് എന്നേക്കും രാജാവാണെന്ന പ്രസ്താവനയോടെ ദുഷ്ടന്റെ ഗർവിനും അതിക്രമങ്ങൾക്കും മനക്കോട്ടകൾക്കും വീറ്റോ പ്രഖ്യാപിക്കുകയാണ് സങ്കീർത്തകൻ. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്നകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ട ഗർവോടെ പാവങ്ങളെ പിന്തുടർന്നു പീഡിപ്പിക്കുന്നു. അവർ വച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തന്റെ അഹങ്കാരത്തള്ളല അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല. ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവന്റെ ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ
സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടന്റെ ശക്തിയാ അവൻ നിലം പതിക്കുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ, ഉണരണമേ. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്കു സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അതു തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങു നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേ